പഞ്ചായത്തും വരെ ഒരു കേസിന് ഇറങ്ങിയില്ല. ഇവിടെ പോലീസുകാരനെ നിൽക്കണം, എന്തൊരു പോലീസുകാരൻ, ഞങ്ങൾ പോലീസുകാരനെ മന്ത്രി ആരാണ് നിൽക്കാൻ പെരുമാറുടെ പോലീസുകാർ എല്ലാ അകത്തേക്കും പെരുമാറുടെ എല്ലാ അകത്തേക്കും ആവില്ല. Good afternoon. Good afternoon, Miss. ശ്രീദേവി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ശ്രീദേവി എനിക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? എല്ലാരും ഊണൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചോ എല്ലാവരും? എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. കയറിക്കോട്ടെ, എല്ലാരും പെട്ടെന്ന് കയറും കേട്ടോ ക്ലാസ്സിനകത്തേക്ക്. കഴിച്ചു അല്ലേ? എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ ക്ലാസ്സിനകത്തേക്ക്. പിന്നെ ക്ലാസ്സിൽ കയറാൻ ഉദ്ദേശിക്കുന്ന ആളുകള് ഓൺ ടൈമിന് കയറാനായിട്ട് ഒന്ന് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മൾ എന്തൊക്കെയാ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? സൈക്യാട്രി പറഞ്ഞിരുന്നു അല്ലെ? നമ്മള് സൈക്യാട്രി, അതുപോലെ തന്നെ എന്താണ് പൾമണോളജി, പിന്നെ പ്ലാസ്റ്റിക് സർജറി, യൂറോളജി ആൻഡ് ആൻഡ്രോളജി അല്ലെ? ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചിരുന്നു അല്ലെ? എത്രയല്ലേ നമ്മൾ പറഞ്ഞത്? അതെ, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് 1-2 ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ ജസ്റ്റ് ഒരു കോഴ്സ് ആയിട്ട് എഴുതിയിരുന്നു അല്ലെ? ഓക്കെ, അപ്പോ ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ എന്താണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാല്? ഒരാൾ പറയൂ, റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. ലിറ്റി ഒന്ന് പറയാമോ? ലിറ്റി ലിറ്റി ഉണ്ടോ? ലിറ്റി എന്താണ് ദേവിക? ചാപ്റ്റർ എത്രയാണെന്നോ? 5ാമത്തെ ചാപ്റ്റർ കേട്ടോ. ഇപ്പോഴാണ് ക്ലാസ്സിൽ കയറുന്നത്. 5th ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ ആണ്. ലിറ്റി ഉണ്ടോ? ലിറ്റി ഇല്ല. പിന്നെ ആര് പറയും? ഓക്കെ ഓക്കെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അല്ലെ? ഓക്കെ ഓക്കെ, 5ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ലിറ്റി ഒന്ന് പറഞ്ഞേ, റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്താണെന്ന് പറയാമോ? ആരെങ്കിലും ഒരാൾ പറയൂ. കോസ്മെറ്റിക് സർജറീസ് ഒക്കെ ചെയ്യുന്നതാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി. അല്ലല്ല, അത് അല്ല കേട്ടോ. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നതും കോസ്മെറ്റിക് സർജറിയും രണ്ടാണ് കേട്ടോ. രണ്ടാണ്. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഫങ്ഷണലും അതുപോലെ സ്ട്രക്ചറലും ആയിട്ടുള്ള വൈകല്യങ്ങളെ കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്റ്റിക് സർജറിയാണ് റീകൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത്. കോസ്മെറ്റിക് സർജറി വേറെ വിഭാഗമാണ് കേട്ടോ. അത് വന്നിട്ട് നമ്മളുടെ ഭംഗി കൂട്ടുന്നതിന് അല്ലെ, അല്ലെങ്കിൽ അഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് സർജറിയാണ്. അപ്പൊ രണ്ടാണ് കേട്ടോ. ലിറ്റി രണ്ടാണ്. ഓക്കെ, ഇന്നലെ ക്ലാസ് കേട്ടിരുന്നില്ലേ? ക്ലാസ്സിൽ കയറിയില്ല അല്ലേ? ഓക്കെ, അപ്പം റെക്കോർഡഡ് ക്ലാസ് കാണണം കേട്ടോ. റെക്കോർഡഡ് ക്ലാസ് കാണണം. ഓക്കെ, എന്തായാലും നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്തു അല്ലെ? അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും അത് ഫോളോ ചെയ്ത് നമുക്ക് ആ ഒരു കോഴ്സ് എക്സാം ഒക്കെ എഴുതി നമുക്കത് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. അപ്പൊ നമ്മൾ എന്തായാലും കോഴ്സിന് ചേർന്നു. അപ്പം പഠിക്കണം കേട്ടോ, കിട്ടുന്ന സമയമൊക്കെ. ശരി. അപ്പോ പിന്നെ ആരാണ് നമ്മള് യൂറോളജി ഒന്ന് പറയാമോ? യൂറോളജി ആരാണ് പറയാ? രേഷ്മ പറയൂ. രേഷ്മ ടി ഒന്ന് പറയാമോ? യൂറോളജി എന്താണെന്ന് പറയാമോ?
സ്ത്രീ പുരുഷ യൂറിൻ സിസ്റ്റം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യും. എന്താണ് യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെ? യൂറോളജി അല്ലെ? സ്ത്രീകളുടെയും പുരുഷന്റെയും യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഓൾ മ്യൂട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം കേട്ടോ. ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും മനസ്സിലാവാതെ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ ക്ലാസ്സില്? എന്താണ് ആരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്തത്? പറ്റി ഉച്ചയായതുകൊണ്ടാണോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ക്ലാസ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുത്താം. ഓക്കെ, മനസ്സിലാവുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങള് വായിച്ചൊക്കെ നോക്കണം കേട്ടോ. ചിലപ്പോ ഞാൻ ചോദിക്കുമ്പോ ആരും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ക്ലാസ്സിന് എന്തെങ്കിലും മനസ്സിലാവാതെ വരുന്നുണ്ടോ എന്ന് കേട്ടോ. ഓക്കെ, ശരിയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി വെച്ചിരുന്നു അല്ലെ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഒരു 12ഓളം സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അവയെല്ലാം നമ്മൾ ഒന്ന് ഇന്നലെ ജസ്റ്റ് വായിച്ചിരുന്നു. അപ്പോ ഓരോന്നിന്റെയും ഈ പറയുന്ന ഓരോ പേര് പറയുമ്പോൾ ഇപ്പൊ ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോ ഡയഗ്നോസിസ് സർവീസ്, അങ്ങനെ ഓരോ ടേം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 1-2 സെന്റൻസിലായിട്ട് എഴുതി തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? ഇന്നലെ എത്ര എണ്ണം എഴുതി നമ്മള്? എവിടെ വരെ എഴുതി? ആരെങ്കിലും ഒരാളൊന്ന് പറയൂ, എവിടെ വരെ നമ്മൾ എഴുതിയത് ഇന്നലെ? ആരെങ്കിലും ഒരാൾ പറയൂ, നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായത്? 4th വൺ അല്ലെ? അതായത് ഹോസ്പിറ്റൽ ഫാർമസി വരെയാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് എഴുതി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പോർഷൻസ് എടുക്കാം. എടുത്തിട്ട് നമുക്ക് വീണ്ടും എഴുതാം കേട്ടോ. തുടക്കം തന്നെ എഴുതാനിരിക്കണ്ട, നമുക്ക് കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. ലാസ്റ്റ് ഒരു കുറച്ച് സമയം ഉണ്ടാവും, ആ സമയത്ത് നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ എല്ലാവരും ക്ലാസ് ഒന്ന് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പോർഷൻസ് നീങ്ങിപ്പോവില്ല കേട്ടോ. അതാണ്. അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലെ, ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ന് പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും പേരുകൾ എന്തൊക്കെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഒരു ഹോസ്പിറ്റലിനകത്ത് ഉള്ളത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. കാര്യം ചില ഡിപ്പാർട്ട്മെന്റ് തന്നിട്ട് അത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണോ, അതോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ഇനി നമ്മൾ ഈ പറയുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എന്തൊക്കെ സപ്പോർട്ടീവ് സേവനങ്ങളാണ് ഹോസ്പിറ്റലിനായിട്ട് കൊടുക്കുന്നത്, അതാണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ആളാരാണ്? ക്ലിനിക്കൽ ലബോറട്ടറീസ്. ലാബ് എന്താന്നുള്ളത് ചെറിയ സെന്റൻസിൽ ഞാൻ നിങ്ങൾക്ക് എഴുതി തന്നിരുന്നു. ക്ലിനിക്കൽ ലബോറട്ടറീസ് എന്ത് സപ്പോർട്ടിംഗ് സേവനമാണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്? നമുക്ക് വായിക്കാം. The primary function of clinical laboratory is to perform the lab test in the 6 main fields of bacteriology, biochemistry, histology, serology, അതുപോലെ ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. എന്താണ് പറയുന്നത് ക്ലിനിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ക്ലിനിക്കൽ ലബോറട്ടറിയുടെ പ്രൈമറി ഫംഗ്ഷൻ അല്ലെ, പ്രാഥമികമായിട്ടുള്ള അവരുടെ ഫംഗ്ഷൻ, പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? 6 മെയിൻ ഫീൽഡുകൾ. ആ ഫീൽഡുകൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഏതൊക്കെയാണെന്ന്? ബാക്ടീരിയോളജി, രണ്ടാമത്തെ എന്താണ്? ബയോകെമിസ്ട്രി, പിന്നെ ഹിസ്റ്റോളജി, സെറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി എന്നിങ്ങനെയുള്ള 6 മേഖലകളിലും പരിശോധനകൾ നടത്തുക എന്നതാണ് ഒരു ക്ലിനിക്കൽ ലബോറട്ടറിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞേ 6 മെയിൻ ഫീൽഡുകളാണ്. ഏതൊക്കെയാണ് 6 മെയിൻ ഫീൽഡുകൾ? 1 ബാക്ടീരിയോളജി, 2 എന്താണ്? ബയോകെമിസ്ട്രി, 3 ഹിസ്റ്റോളജി, പിന്നെ എന്താണ്? സെറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി എന്നിങ്ങനെയുള്ള 6 മേഖലകളിൽ പരിശോധന നടത്തുക എന്നുള്ളതാണ് ഒരു ക്ലിനിക്കൽ ലാബിന്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്.
നമ്മൾ ഈ പറയുന്ന ബാക്ടീരിയോളജി, ഹിസ്റ്റോളജി, സൈറ്റോളജി ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ തന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ലബോറട്ടറി സേവനങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്, ആ ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. അതിനകത്ത് ഈ പറയുന്ന ടേംസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ ചെറിയ നോട്ട്സ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അത് വായിക്കാം. എന്താണ് ബാക്ടീരിയോളജി? ഇപ്പൊ ഈ പ്രത്യേകമായിട്ട് ഞാൻ എഴുതി തരുന്നില്ല കേട്ടോ, അത് എഴുതി തന്നിട്ടുണ്ട്. എന്താണ് ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാല്? സ്റ്റഡീസ് ദ ബാക്ടീരിയ ദാറ്റ് കോസ് ദ ഇൻഫെക്ഷൻസ് ഇൻ ഹ്യൂമൻ ബോഡി. അതേക്കുറിച്ച് കറക്റ്റ് ആണ് കേട്ടോ. സ്റ്റഡി ഓഫ് ബാക്ടീരിയ അല്ലെ, ബാക്ടീരിയകളെ കുറിച്ചുള്ള സൗമ്യ കറക്റ്റ് ആണ് കേട്ടോ. ബാക്ടീരിയയെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ. എങ്ങനെയുള്ള ബാക്ടീരിയ ആണ്? സ്റ്റഡീസ് ദ ബാക്ടീരിയ ദാറ്റ് കോസ് ദ ഇൻഫെക്ഷൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി അല്ലെ. നമ്മുടെ മനുഷ്യ ശരീരത്തില് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്? ബാക്ടീരിയോളജി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫീൽഡ് ഉണ്ട്. പിന്നെന്താണ്? ബയോ കെമിസ്ട്രി അല്ലെ. ബയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ബയോളജിയെയും കെമിസ്ട്രിയെയും ഒരുപോലെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സയൻസ് ആണ് അല്ലെ. ഇറ്റ് ഈസ് എ ലാബ് സയൻസ് ദാറ്റ് കമ്പൈൻസ് ബയോളജി ആൻഡ് കെമിസ്ട്രി. മനസ്സിലായോ? ബയോളജിയെയും ഈ പറയുന്ന ജീവശാസ്ത്രത്തിനെയും കെമിസ്ട്രി അല്ലെ, കെമിസ്ട്രിയെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സയൻസ് ആണ് ബയോ കെമിസ്ട്രി എന്ന് പറയുന്നത്. എന്താണ് നസീഫ? ഇല്ല, എല്ലാത്തിനും ഡെഫിനിഷൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ലാസ്റ്റ് പറയാം. ഇന്നലെ നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസി വരെയുള്ള ഡെഫിനിഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. പിന്നെ നമ്മൾ അത് എഴുതിയിട്ടില്ല, ജസ്റ്റ് ക്ലാസ് കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആവുമ്പോൾ ഒന്ന് എഴുതാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾക്ക് ക്ലാസ്സും എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒത്തിരി ലാബ് വരും കേട്ടോ നസീഫ, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഇന്ന് ക്ലാസ് കേൾക്കാം, ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ബയോ കെമിസ്ട്രി അല്ലെ. അപ്പൊ ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ പ്രോസസ്സസ് ഓഫ് ദ ലിവിങ് ഓർഗാനിസംസ് ആണ്. എന്താണ് ഞാൻ പറഞ്ഞത്? കെമിക്കൽ പ്രോസസ്സസ് ഓഫ് ദ ലിവിങ് ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസംസ് എന്ന് വെച്ചാൽ എന്താണ്? ബയോളജിയുമായിട്ട് കണക്റ്റഡ് ആയി അല്ലെ. അവരുടെ കെമിക്കൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കെമിസ്ട്രിയായിട്ട് കണക്ഷൻ വന്നില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ബയോ കെമിസ്ട്രി എന്ന പേര് വന്നത്. അതെ, ഈ പറയുന്ന ബയോ കെമിസ്ട്രിയിൽ ഇങ്ങനെയുള്ള കെമിക്കൽ പ്രോസസ്സസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആണ് അല്ലെ. ലിവിങ് ഓർഗാനിസത്തിലുള്ള കെമിക്കൽ പ്രോസസ് ഏതൊക്കെയാണ് ഈ പറയുന്ന? എൻസൈം ആക്ടിവിറ്റി, ലിപ്പിഡ്സ് ആക്ടിവിറ്റി, പ്രോട്ടീൻ ആക്ടിവിറ്റീസ്, ഹോർമോൺ ആക്ടിവിറ്റീസ്, ഇവയുടെ ഒക്കെ പഠനമാണ് എന്തെന്ന് പറയുന്നത്? ബയോ കെമിസ്ട്രി. നമ്മൾ ലബോറട്ടറി പഠിച്ചപ്പോ അവിടെ ഫങ്ഷണൽ ഡിവിഷൻസ് ആക്കിയിട്ട് നമ്മൾ 5 തിരിച്ചിരുന്നു അല്ലെ. ഈ പറയുന്ന ക്ലിനിക്കൽ, പാത്തോളജി, ലബോറട്ടറി, ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ഹിസ്റ്റോളജിയും സൈറ്റോളജിയും ഹെമറ്റോളജി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ റഫായിട്ട് പറഞ്ഞു പോകുന്നത്. പിന്നെ അടുത്ത എന്താണ്? ഹിസ്റ്റോളജി. ഹിസ്റ്റോളജി എന്തായിരുന്നു? ഓർമ്മയുണ്ടോ നമുക്ക്? ഹിസ്റ്റോളജി എന്തായിരുന്നു? അതെ, സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. അതെ ഫാത്തിമ, കറക്റ്റ് ആണ് കേട്ടോ. ഷംസിയ, ചരിത്രമല്ല കേട്ടോ, അതിനാണ് ചരിത്രത്തെ കുറിച്ചുള്ള പഠനമല്ല, അത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ ടിഷ്യൂസ് ആണ് കേട്ടോ, കഥകളെ കുറിച്ചുള്ള പഠനമാണ്. നമുക്കറിയാം സെൽ എന്ന് പറഞ്ഞാൽ കോശമാണ് അല്ലെ. മനുഷ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. സെൽ എന്ന് പറഞ്ഞാൽ കോശമാണ്. ആ കോശങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ടിഷ്യൂസ് ഉണ്ടാവുന്നത്, കലകൾ ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ള കലകളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ ഹിസ്റ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. അന്ന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ലെപ്രസി ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ. ഡിസീസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിനെ എക്സാമിൻ ചെയ്തിട്ട് രോഗനിർണയം നടത്തുന്നു എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് എക്സാമ്പിൾ ആയിട്ട് ലെപ്രസി ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ, കുഷ്ഠരോഗം ഒക്കെയാണെന്ന് പറഞ്ഞത്. ഓക്കെ, നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്ന് മാത്രം. പിന്നെന്താണ്? സെറോളജി അല്ലെ. സെറോളജി എന്താണ്? സ്റ്റഡി ഓഫ് ദ ബ്ലഡ് സെറം. അതെ, എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ടു ഫൈൻഡ് ദ സ്പെഷ്യൽ ആന്റിബോഡീസ് ഇൻ ദ ബ്ലഡ് അല്ലെ. ബ്ലഡിനകത്തുള്ള, അതെ കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവരും അലീന, നൗഷിത, ശ്രീതിക, സൗമ്യ എല്ലാവരും പറയുന്നത് ശരിയാണ് കേട്ടോ. എന്താണ്? സ്പെഷ്യൽ ആന്റിബോഡീസ് ഇൻ ദ ബ്ലഡ്, അതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് സെറോളജി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഹെമറ്റോളജി നമുക്ക് എല്ലാവർക്കും അറിയാതെ നമ്മൾ കാലങ്ങളായിട്ട് പഠിക്കുന്നതാണ്. സ്റ്റഡി ഓഫ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്. പിന്നെ എന്താണ്? സൈറ്റോളജി. എന്താണ് സൈറ്റോളജി എന്ന് പറഞ്ഞാല്? സ്റ്റഡി ഓഫ് സെൽസ്. എല്ലാവരും കറക്റ്റ് ആണ് കേട്ടോ പറയുന്നത്. പൂജ, ശ്രീവിദ്യ, ഹന, ഫാത്തിമ, അലീന, സുനിത, നൗഷിത, ജ്യോതി, ഓക്കെ, ശ്രുതിക, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ദിവ്യ കറക്റ്റ് ആണ്. അപ്പം സൈറ്റോളജി. അപ്പൊ ഇങ്ങനെ പറയുന്ന ഈ 6 ഫീൽഡുകളില് ലാബ് പരിശോധന നടത്തുക എന്നുള്ളതാണ് ക്ലിനിക്കൽ ലബോറട്ടറിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള പ്രവർത്തനം. ഇനി അങ്ങനെ പരിശോധന നടത്തിക്കൊണ്ട് എങ്ങനെയാണ് അവർ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ പഠിക്കുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് അവർ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? അസിസ്റ്റ് ദ മെഡിക്കൽ സ്റ്റാഫ് ഇൻ മേക്കിംഗ് ആൻഡ് കൺഫേമിംഗ്
ഡയഗ്നോസിസ് ഇൻ ദ ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിസീസ് അല്ലെ. ഇത്തരം ലാബ് പരിശോധനകളിലൂടെ രോഗം കണ്ടെത്താനും അല്ലെ രോഗനിർണയത്തിനും അതുപോലെ തന്നെ ചികിത്സ, പ്രതിരോധം എന്നീ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നു? അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫിനെ സഹായിക്കുന്നു. കണ്ടോ? അപ്പൊ എങ്ങനെയാണ് അവര് സപ്പോർട്ട് ചെയ്യുന്നത്? ലാബ് പരിശോധനകളിലൂടെയാണ് അവർ രോഗം കണ്ടെത്താനും അതുവഴി ചികിത്സിക്കാനും പ്രതിരോധിക്കാനും അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിനിക്കൽ ലബോറട്ടറി എന്താണുള്ളത്? നമ്മൾ ലബോറട്ടറി സേവനങ്ങൾ പറഞ്ഞപ്പോ ലാബിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അവിടെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. പിന്നെ മാത്രമല്ല ഒരു 70% രോഗങ്ങളുടെ നിർണയം നടത്തുന്നത് എന്തിലൂടെയാണ്? ഇത്തരത്തിലുള്ള ലാബ് പരിശോധനകളിലൂടെയാണ്. അങ്ങനെയാണ് ഡോക്ടറിന് ഇന്ന രോഗമാണെന്നും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാനും പ്രിവെന്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. അപ്പൊ ഒരു തരത്തിൽ ഏറ്റവും വലിയൊരു സപ്പോർട്ടല്ലേ ഒരു ലാബ് കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ ക്ലിനിക്കൽ ലബോറട്ടറി എന്താണെന്നത്. ഇനി അടുത്തതാണിത് റേഡിയോളജി. ഇതാണ് റേഡിയോളജി അഥവാ റേഡിയോ ഡയഗ്നോസിസ് സർവീസസ് അല്ലെ. റേഡിയോ ഡയഗ്നോസിസ് സർവീസ് അഥവാ എന്താണ് നിഖില? ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി. ഹെമറ്റോളജി എന്ന് പറഞ്ഞ സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് ആണ് കേട്ടോ. അതായത് രക്തത്തിന് ഉണ്ടാകുന്ന വൈകല്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ശാഖ ഹെമറ്റോളജി. സൈറ്റോളജി എന്ന് പറയുമ്പോൾ സി ഓർക്ക സെല്ലാണ് കേട്ടോ. സെല്ലുകളെ കുറിച്ചുള്ള പഠനമാണ്. കോശങ്ങൾ കേട്ടോ. മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. കിട്ടിയോ നിഖിലേക്ക്? ഓക്കെ, നമ്മളിതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് റേഡിയോളജി? റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജീസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതും ഒരു തരത്തിൽ എന്താണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നത്? രോഗനിർണയത്തിനും ചികിത്സയ്ക്കും പ്രതിരോധത്തിനും തന്നെ. പക്ഷെ അവർ എങ്ങനെയാണ്? ഇമേജിംഗ് ടെസ്റ്റുകളിലൂടെ അല്ലെ. ഇമേജിംഗ് ടെസ്റ്റുകളിലൂടെയാണ് അവര് രോഗനിർണയത്തിന് സഹായിക്കുന്നത്. ഈ പറയുന്ന ലാബും റേഡിയോളജിയും രണ്ട് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ലാബ് ആണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ക്ലിനിക്കൽ സ്പെസിമെൻസിന്റെ പരിശോധനയിലൂടെ ലാബ് പരിശോധനയിലൂടെ രോഗനിർണയത്തിന് സഹായിക്കുമ്പോൾ നമ്മുടെ റേഡിയോളജി എന്താണ്? ഇമേജിംഗ് മെത്തേഡ്സിലൂടെ അല്ലെങ്കിൽ ഇമേജിംഗ് പ്രൊസീജിയേഴ്സിലൂടെ രോഗനിർണയം നടത്താനായിട്ട് ഹോസ്പിറ്റലിൽ സഹായിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് വായിക്കാം. The main function of this department is to assist the physician in the diagnosis and treatment of a patient's disease by the use of എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ്? റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി, റേഡിയോ ഐസോട്ടോപ്സ് ആൻഡ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. എന്താണ് പറയുന്നത്? റേഡിയോളജി എങ്ങനെ സഹായിക്കുന്നത്? ഇതുപോലെ തന്നെ പേഷ്യൻസിന്റെ രോഗനിർണയത്തിനും പ്രതിരോധത്തിനും ചികിത്സയ്ക്കും സഹായിക്കുന്നു. എന്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്? ബൈ ദ യൂസ് ഓഫ് റേഡിയോഗ്രാഫി അല്ലെ. റേഡിയോഗ്രാഫി എന്താണ്? റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ഇമേജിംഗ് പ്രൊസീജിയേഴ്സിലൂടെ. നിങ്ങൾ പഠിച്ചില്ലേ? എക്സ്റേ പഠിച്ചിട്ടുണ്ട്, CT പഠിച്ചിട്ടുണ്ട്, MRIs ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ എക്സ്റേ ആണ് മെയിൻ ആയിട്ട് റേഡിയോഗ്രാഫിക്കകത്ത് വരുന്നത്. പിന്നെന്താണ്? ഫ്ലൂറോസ്കോപ്പി. എന്താണ് ഫ്ലൂറോസ്കോപ്പി? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഫ്ലൂറോസ്കോപ്പി എന്ന്? മെഡിക്കൽ ഇമേജിംഗ് ആണ്. അത് കറക്റ്റ് ആണ്, മെഡിക്കൽ ഇമേജിംഗ് ആണ്. പക്ഷെ എന്താണെന്ന് അറിയാമോ? അതായത് മൂവിങ് ആയിട്ടുള്ള ഇമേജിംഗ് ആണ് കേട്ടോ. മൂവിങ് ആയിട്ടുള്ള ഇമേജസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ഫ്ലൂറോസ്കോപ്പി ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഈ പറയുന്ന ഇന്റേണൽ ഓർഗൻസ് ഉണ്ടായിരിക്കുമല്ലോ, അവയുടെ ലൈവ് ആയിട്ടുള്ള ചലിക്കുന്ന ഇമേജസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്റേസ് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം, ഒരു ഇമേജിംഗ് പ്രൊസീജിയർ, ഒരു ഇമേജിംഗ് ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതായത് നമ്മളുടെ മനുഷ്യ ശരീരത്തിലുള്ള ഇന്റേണൽ ഓർഗൻസ് ഉണ്ടല്ലോ, ആ ഇന്റേണൽ ഓർഗൻസിന് വരുന്ന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അവയുടെയൊക്കെ ചലിക്കുന്ന, അതായത് മൂവേബിൾ ആയിട്ടുള്ള, ചലിക്കുന്ന ലൈവ് ആയിട്ടുള്ള തത്സമയ ഇമേജസ്, ഈ പറയുന്ന ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്റേസ് ഉപയോഗിക്കുന്ന ഒരു എന്താണ് ടെക്നോളജി അല്ലെങ്കിൽ ഒരു ഇമേജിംഗ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. കിട്ടിയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? മനസ്സിലായോ ഫ്ലൂറോസ്കോപ്പി എന്താണ്? ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഒന്നുകൂടെ പറയണോ? അതായത് ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ മൂവിംഗ് ബോഡി സ്ട്രക്ചേഴ്സ് ആണ്. മൂവിംഗ് ബോഡി സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ഈ പറയുന്ന ശരീര ആന്തരിക അവയവങ്ങളുടെയൊക്കെ മൂവിംഗ് ആയിട്ടുള്ള ചലിക്കുന്ന ഇമേജസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്റേസ് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്.
മനസ്സിലായോ? നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു CT സ്കാൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു MRI സ്കാൻ എന്ന് പറയുമ്പോൾ അത് മൂവബിൾ ആണോ? ആ ഇമേജസ് നമുക്ക് ചലിക്കുന്നതായിട്ടാണ് കിട്ടുന്നത്? അല്ല. പക്ഷെ ഫ്ലൂറോസ്കോപ്പിക്കകത്ത് അങ്ങനെയല്ല, സ്ക്രീനിനകത്ത് ചലിക്കുന്ന മൂവബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ആ ഇമേജസ് കിട്ടുക. ക്ലിയർ? അപ്പൊ അതിന് ഉപയോഗിക്കുന്നതും എക്സ്റേസ് തന്നെയാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അടുത്തത് എന്താണ്? റേഡിയോ ഐസോട്ടോപ്സ്. റേഡിയോ ഐസോട്ടോപ്സ് നമ്മള് ന്യൂക്ലിയർ മെഡിസിൻ പറഞ്ഞപ്പോ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതെ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതെ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തിനു സഹായിക്കുന്നുണ്ട്? രോഗനിർണയം നടത്താനായിട്ട് പറ്റും. ന്യൂക്ലിയർ മെഡിസിനിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് റേഡിയോ ഐസോട്ടോപ്സിനെ കുറിച്ചാണ്. അത് നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? ഈ പറയുന്ന റേഡിയോളജി ഇമേജിങ്ങിന്റെ ഒരു ശാഖയാണ് അല്ലെ ന്യൂക്ലിയർ മെഡിസിൻ. അവിടെ എന്താ ചെയ്യുന്നത്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇഞ്ചക്ഷനിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു അല്ലെ? എന്നിട്ട് അതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ക്യാമറകളും ഉപയോഗിക്കുന്നു. ആ ക്യാമറകൾ എന്ത് ചെയ്യും? ഈ പറയുന്ന റേഡിയോ ഐസോട്ടോപ്സിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് അവിടുത്തെ ഇമേജസ് ക്യാപ്ചർ ചെയ്യാണ് അല്ലെ? എന്നിട്ട് മോണിറ്ററിലേക്ക് കൊടുക്കുകയാണ്. ഡോക്ടർക്ക് കാണാൻ പാകത്തിൽ മോണിറ്ററിലേക്ക് കൊടുക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെയാണ് അവരവിടെ രോഗനിർണയം നടത്തുന്നത്. അതും എന്താണ്? ഈ പറയുന്ന റേഡിയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് അല്ലെ? റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെഡിസിൻ ആണ്. പിന്നെന്താണ്? ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ. എന്താണ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് ആക്സിലറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ത്വരിതപ്പെടുത്തുക അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് ഹൈ വോൾട്ടേജ് ഉള്ള ഒരു ആക്സിലറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഇൻ ഓർഡർ ടു ജനറേറ്റ് ദ എക്സ്റേസ് ആണ് കേട്ടോ. എക്സ്റേ കിരണങ്ങളെ പുറത്തു വിടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ആക്സിലറേഷൻ കൊടുക്കും. ഈ എന്താണ്? ഇൻ ഓർഡർ ടു ജനറേറ്റ് ദ എക്സ്റേസ് ബൈ ആക്സിലറേറ്റിംഗ് ദ ഇലക്ട്രോൺസ് കേട്ടോ. ഇലക്ട്രോൺസിനെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ട്, ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ അവരെ ആക്സിലറേറ്റ് ചെയ്യാണ്. അവരെ ആക്സിലറേറ്റ് എന്ന് വെച്ചാൽ ത്വരിതപ്പെടുത്തിക്കൊണ്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യാണ്? എക്സ്റേസിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഹൈ വോൾട്ടേജ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. നിസ്സാര ഒരു വോൾട്ടേജ് കൊടുത്താൽ എക്സ്റേസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിനെന്ത് കൊടുക്കണം? ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്താൽ മാത്രമാണ് നമുക്ക് എക്സ്റേസിനെ പുറത്തേക്ക് എമിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാലാണ് ഈ പറയുന്ന ഇമേജിംഗ് ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ നമ്മൾ റേഡിയോളജിയിൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോ ഇത്തരത്തിലുള്ള ടെക്നോളജീസ്, ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് രോഗനിർണയം നടത്താനും അതുപോലെ ചികിത്സിക്കാനും പ്രതിരോധിക്കാനും ഒക്കെ ആരെ സഹായിക്കുകയാണ്? അവര് മെഡിക്കൽ സ്റ്റാഫിനെ സഹായിക്കുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. പിന്നെന്താണ്? ക്ലിയർ ആയോ? ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ജസ്റ്റ് തമ്പെങ്കിലും അടിക്കും നിങ്ങൾ, മനസ്സിലായിട്ടുണ്ടെങ്കിലും. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ശരി, ഓക്കെ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ്? ദ വാരിയസ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ആണ്. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ റേഡിയോളജി? എന്താണ് ഫാത്തിമ? ഹൈ വോൾട്ടേജ് എന്നൂടെ പറയും. ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മൾ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്നതാണ്. ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ത്വരിതപ്പെടുത്താനുള്ള അർത്ഥമാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? അതായത് എക്സ്റേസ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എക്സ്റേസ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈ വോൾട്ടേജ് ഉള്ള ആക്സിലറേഷൻ കൊടുക്കുകയാണ്. അതായത് ഇലക്ട്രോൺസിലൂടെയാണ് നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? ഇപ്പൊ ഇവിടെ നിന്ന് നല്ലൊരു എന്താ പറയാ തീവ്രതയോടുകൂടി എക്സ്റേസ് വരുന്ന പാക്കിംഗ് ഒരു പുഷ് കൊടുക്കണം അല്ലെ? അല്ലെങ്കിൽ പാക്കിംഗ് ഒരു ഹൈ വോൾട്ടേജ് ആക്സിലറേഷൻ കൊടുത്താൽ മാത്രമാണ് ആ ഒരു എക്സ്റേ ട്യൂബ്സിൽ നിന്നും എക്സ്റേസ് പുറത്തു വരുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ഇനി ദ വാരിയസ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ആണ്. എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ഒന്ന് എക്സ്റേ മെഷീൻ അല്ലെ? എക്സ്റേ മെഷീൻ. പിന്നെ CT സ്കാൻ മെഷീൻ അല്ലെ? എന്താണ് CT? നിങ്ങൾ പഠിച്ചതാണ് അല്ലെ? എന്താണ് CT? അതായത് കമ്പ്യൂട്ടർ ടോമോഗ്രഫി. കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത്തരം മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? MRI മെഷീൻ. MRI എന്താണ്? അതെ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അല്ലെ? പൂജ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ അത്തരം മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? എക്കോ കാർഡിയോഗ്രാം. എന്താണ് എക്കോ കാർഡിയോഗ്രാം? പഠിച്ചില്ലേ? അതിനകത്ത് എക്കോ കാർഡിയോഗ്രാം എന്താണ്? എക്കോ ടെസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മള് സാധാരണ ഹൃദയ പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താണ്
പരിശോധിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് അല്ലെ. ടെസ്റ്റ് ആണ് എന്ത്? എക്കോ കാർഡിയോഗ്രാം. എക്കോ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഹാർട്ട് റിലേറ്റഡ് ആണ് അല്ലെ. എന്താണെന്ന് അറിയാമോ എക്കോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞ എക്കോ ടെസ്റ്റ് അല്ലെ? അതായത് നമ്മളുടെ അൾട്രാസൗണ്ട് വേവ്സ് ഉണ്ടല്ലോ, അൾട്രാസൗണ്ട് തരംഗങ്ങളുടെ ഡോപ്ലർ ഇഫക്റ്റ്, അതായത് ഡോപ്ലർ പ്രഭാവം ഉപയോഗിച്ചുകൊണ്ട് ഹൃദയ പരിശോധന നടത്തുന്ന ഒരു സംവിധാനം. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോ കാർഡിയോഗ്രാം. കാർഡിയോ എന്ന് പറയുന്ന ഒരു ടേം അതിനകത്ത് വരുന്നുണ്ട് അല്ലെ. ഹൃദയ സംബന്ധമായിട്ടുള്ള പരിശോധന നടത്തുകയാണ്. എന്തുപയോഗിച്ചുകൊണ്ടാണെന്ന് അറിയാമോ? അൾട്രാസൗണ്ട് വേവ്സ്. അൾട്രാസൗണ്ട് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവിടെ എന്താ ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന സൗണ്ട് തരംഗങ്ങൾ അല്ലെ, അൾട്രാസൗണ്ട് വേവ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അൾട്രാസൗണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് സാധാരണ ഒരു മനുഷ്യന് 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെയുള്ള സൗണ്ട് മാത്രമേ സാധാരണ മനുഷ്യർക്ക് കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ പറയുന്ന 20,000 ഹെഡ്സിന് മുകളിലേക്ക് ഫ്രീക്വൻസി ഉള്ള സൗണ്ടുകൾ ഉണ്ട്, നമുക്കത് കേൾക്കാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള അൾട്രാസൗണ്ട് വേവ്സുകളുടെ ഡോപ്ലർ, അതെ ഫാത്തിമ കറക്റ്റ് ആണ്, 20,000 ഹെഡ്സിന് മുകളിലോട്ട് പോകും. നമുക്ക് ശരിക്കും മനുഷ്യരെ സംബന്ധിച്ച് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതിന് താഴെ പോയാലും മുകളിലോട്ട് പോയാലുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ മൃഗങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോ ഈ പറയുന്ന 20,000 ഹെഡ്സിന് മുകളിലോട്ട് പോകുന്ന ആ സൗണ്ടുകളെയാണ് നമ്മൾ അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. ഈ അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഹൃദയ പരിശോധനയാണ് എന്തെന്ന് പറയുന്നത്? എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? എക്കോ ടെസ്റ്റ് എന്ന് പറയൂ കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ കേട്ടോ. അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ. എന്താണ് കളർ ഡോപ്ലർ എന്ന് പറയുമ്പോൾ? കളേർഡ് ആയിട്ട് കാണും, അത്രയേ ഉള്ളൂ. അൾട്രാസൗണ്ട് തന്നെ കളേർഡ് ആയിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അതിലൂടെ പാസ് ചെയ്യുന്ന ആ ബ്ലഡിന്റെ ഫ്ലോയും ആ രക്തയോട്ടവും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് ഇതെല്ലാം നമുക്ക് കളേർഡ് ആയിട്ട് കാണാൻ പറ്റും. അത്തരത്തിലുള്ള സ്കാനിങ് ആണ് അൾട്രാസൗണ്ട് കളർ ഡോപ്ലർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്തരം എക്യുപ്മെന്റ്സുകളെല്ലാം, ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് ഒക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്നതാണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു സപ്പോർട്ടിംഗ് സർവീസ് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഇമേജിംഗ് ടെസ്റ്റുകളിലൂടെ ഡയഗ്നോസിനും അതുപോലെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും പ്രതിരോധത്തിനും മെഡിക്കൽ സ്റ്റാഫിനെ അവര് സഹായിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഹന? എക്കോ കാർഡിയോഗ്രാം എന്ന് പറഞ്ഞാല് അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഹൃദയ പരിശോധന കേട്ടോ. അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചുള്ള ഹൃദയ പരിശോധന. കിട്ടിയോ? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഞാൻ ഒത്തിരി റിപ്പീറ്റ് ചെയ്ത്, എനിക്ക് ഒത്തിരി എഫർട്ട് വരുന്നുണ്ട്. നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അടുത്തത് സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എന്താണത്? CSSD അല്ലെ, സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. CSSD എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെ, അണുവിമുക്തമാക്കുക. നമ്മളുടെ ഒരു ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ ഫെസിലിറ്റി അഥവാ നമ്മുടെ ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം അണുവിമുക്തമാക്കിയിട്ട് സൂക്ഷിക്കാനുള്ള ഒരു ചുമതല അത് നിർവഹിക്കുന്നത് നമ്മളുടെ CSSD ആണ് കേട്ടോ. സെൻട്രൽ സ്റ്റീറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അതെ, ക്ലീൻ ആൻഡ് ജെം ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് അവിടെ ഉപയോഗിക്കുന്ന ചെറിയ എക്യുപ്മെന്റ്സ് തൊട്ട് വലിയ എക്യുപ്മെന്റ്സ് വരെ വളരെ ക്ലീൻ ആയിട്ടും സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ള ചുമതലയാണ് അവർക്കുള്ളത്. അതിലൂടെ എന്താണ്? ഹോസ്പിറ്റൽ അന്തരീക്ഷം തന്നെ അണുവിമുക്തമാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. This department is in charge of keeping all the instruments used in the hospital clean and sterilized to avoid the spreading of infection throughout the hospital. മനസ്സിലായല്ലോ? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാവിധ ഇൻസ്ട്രുമെന്റുകളും എക്യുപ്മെന്റ്സിനും ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട്, ഈ ക്ലീൻ ആൻഡ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിൽ ചുമതല വഹിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? In order to avoid the spreading of infection throughout the hospital. മനസ്സിലായല്ലോ? അതായത് ഹോസ്പിറ്റലിലെ എന്താണ് ഇൻഫെക്ഷൻസ് അല്ലെ, ഇൻഫെക്ഷൻസിന്റെ സ്പ്രെഡിങ് എന്താണ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സും എക്യുപ്മെന്റ്സും എല്ലാം സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു ചുമതലയാണ് CSSD ഡിപ്പാർട്ട്മെന്റിന് ഉള്ളത്. ഓക്കെ,
പിന്നെന്താണ്, ദേ ഫോളോ എ സ്ട്രിക്റ്റ് പ്രൊസീജിയർ ഫോർ സ്റ്റെറിലൈസിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അവര് വന്നിട്ട് ഈ പറയുന്ന മെഡിക്കൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടിക്രമങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടിക്രമം. കാര്യം ഈ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് പലവിധ സ്റ്റെപ്പുകളിലൂടെയാണ്. ഈ പറയുന്ന എന്താ പറയാ ഇൻസിനറേഷൻ, അതുപോലെ തന്നെ എന്താണ് ഇൻസിനറേഷൻ അതിനകത്ത് വരുന്നതല്ല. പല രീതിയിലുമാണ് അവർ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതിനായിട്ട് കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ അതിലേക്കൊന്നും ഡീപ്പായിട്ട് പോകണ്ട കേട്ടോ. ഓക്കെ, ഈ ഒരു ഇത് CSS നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ വിശദമായിട്ട് അവിടെ പറയാം കേട്ടോ. ഇപ്പൊ ഇനി സമയം വേണ്ട. അടുത്തത് എന്താണ്, ഹൗസ് കീപ്പിംഗ് അല്ലെ. ഹൗസ് കീപ്പിംഗ് നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഇൻപേഷ്യൻസ് ഒക്കെ കിടക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റ്, അവിടുത്തെ പില്ലോ കവർ, ഇതെല്ലാം എടുത്ത് മാറ്റുക അല്ലെ, അതുപോലെ റൂമൊക്കെ വൃത്തിയാക്കുക. കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള ആളുകളാണ് എന്തെന്ന് പറയുന്നത്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വായിക്കാം. This department takes the charge of keeping the hospital clean and neat. അല്ലെ, നമ്മുടെ ഹോസ്പിറ്റല് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഇരിക്കുക അല്ലെ, ഇരുത്താൻ വേണ്ടിയിട്ട് ചുമതല വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്, ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ഇറ്റ് ഇൻവോൾവ്സ് ഡൂയിങ് ദ ലോണ്ടറി ആൻഡ് ക്ലീനിങ് ഓൾ ദ റൂംസ് ഓഫ് ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിലെ എല്ലാ റൂമുകളും വൃത്തിയാക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ വസ്ത്രങ്ങളൊക്കെ അലക്കുകയും ചെയ്യുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. അവിടുത്തെ ഇപ്പൊ രോഗികൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് ഡെയിലി അവര് മാറ്റും അല്ലെ, ഡെയിലി മാറ്റും, പില്ലോ കവർ മറ്റുള്ളതൊക്കെ മാറ്റും. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ എന്താണ്, ഇഫക്റ്റീവ്ലി ഡിസ്പോസിംഗ് ഓഫ് മെഡിക്കൽ വേസ്റ്റ് അക്കോർഡിംഗ് ടു ദി സ്ട്രിക്റ്റ് ഹോസ്പിറ്റൽ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ്. അതോടൊപ്പം തന്നെ നമ്മളുടെ കർശനമായിട്ടുള്ള ഹോസ്പിറ്റൽ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടുണ്ട് മെഡിക്കൽ വേസ്റ്റുകളെ സംസ്കരിക്കുക, വളരെ ഫലപ്രദമായിട്ട് സംസ്കരിക്കുക. അങ്ങനെ ഒരു ചുമതലയും കൂടെ ആർക്കുണ്ട്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അതായത് നമ്മള് ഈ ലാബിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അവിടെ ബയോ ഹസാർഡ്സ് വേസ്റ്റ് ഒക്കെ പറഞ്ഞല്ലേ, ഒത്തിരി മെഡിക്കൽ വേസ്റ്റുകൾ വരും ഹോസ്പിറ്റലില്. അപ്പൊ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരിയായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് അല്ലെ, അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അത് വളരെ പ്രതികൂലമായിട്ട് ആരോഗ്യത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള മെഡിക്കൽ വേസ്റ്റിനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഡിസ്പോസ് ചെയ്യണം, ഫലപ്രദമായിട്ട് ഡിസ്പോസ് ചെയ്യണം. അതിനായിട്ട് എന്താണ്, ചില സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് ഹോസ്പിറ്റലിൽ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ചില കർശനമായിട്ടുള്ള ഹോസ്പിറ്റൽ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലിലെ മെഡിക്കൽ വേസ്റ്റുകൾ ഫലപ്രദമായ രീതിയിൽ സംസ്കരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏത് ഡിപ്പാർട്ട്മെന്റിനാണുള്ളത്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറയുന്നത്. ചിലത് നമ്മൾ ഈ പറയുന്ന പോലെ ഇൻസിനറേറ്റ് ചെയ്യേണ്ടി വരും. ചില മെഡിക്കൽ വേസ്റ്റ് നമ്മൾ കരിയിച്ച് കളയേണ്ടി വരും. ഈ പറയുന്ന റേഡിയേഷനിലൂടെ ഒക്കെ കരിച്ച് കളഞ്ഞ് മെഡിക്കൽ വേസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അതെന്നൊക്കെ പറയുമ്പോൾ വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ അതിനെ ഡിസ്പോസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അത് വളരെ പരിസ്ഥിതിയെയും ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളെയും ഹോസ്പിറ്റലിനെയും വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സിമ്പിൾ അല്ലേ അത്? ഓക്കെ, അടുത്തതാണ് എന്ത്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അഥവാ നമ്മള് കാറ്ററിംഗ് എന്നാണ് പറയാ കേട്ടോ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അഥവാ കാറ്ററിംഗ്. എന്താണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഭക്ഷണ സേവനങ്ങളാണ് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന ഇൻപേഷ്യൻസ്, കിടപ്പ് രോഗികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാര്, നഴ്സുമാര്, എന്തിനു പറയുന്നു? ഔട്ട് പേഷ്യൻസിന് വരെയുള്ള ഭക്ഷണ സേവനങ്ങൾ ഉണ്ട് അല്ലെ. അതെ, ഫുഡ് സർവീസസ്. പിന്നെ ഞാൻ പ്രത്യേകം പറയാണ്, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും നമ്മളുടെ ക്യാൻറ്റീൻ ആയിട്ട് കണക്ട് ചെയ്യരുത് കേട്ടോ. ക്യാൻറ്റീൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ആളുകളുടെ കരാറടിസ്ഥാനത്തിൽ കോൺട്രാക്ട് ബേസിലൊക്കെ എടുത്ത് നടത്തുന്നതാണ് ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് വിത്തിൻ ദ ഹോസ്പിറ്റൽ കേട്ടോ. ഹോസ്പിറ്റലിനകത്തുള്ള ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതുമായിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. നമുക്ക് വായിക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഫുഡ് സർവീസസ് ടു ഇൻപേഷ്യൻസ്, their families and staff of the hospital based on a nutritional menu provided by the nutrition department. എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ പോഷകാഹാര വകുപ്പുണ്ട് അല്ലെ, ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ്. അവര് സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ന്യൂട്രീഷണൽ മെനു ഉണ്ട് അല്ലെ, പോഷകാഹാര മെനു പ്രകാരം
അവിടെയുള്ള ഇൻപേഷ്യൻസിനും കിടപ്പ് രോഗികൾക്കും അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ കുടുംബത്തിനെയും പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും എന്ത് കൊടുക്കുക, ഭക്ഷണ സേവനങ്ങൾ ലഭ്യമാക്കുക. അതാണ് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി. ആ ഒരു രീതിയിലാണ് അവര് ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അവിടെ ഉള്ള കിടപ്പ് രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത സ്റ്റാഫുകൾ ഉണ്ട് അല്ലെ, അവർക്ക് എല്ലാവർക്കും വേണ്ട ഭക്ഷണ സേവനങ്ങൾ കൊടുക്കുക. എന്തനുസരിച്ചാണ്? ഈ പറയുന്ന ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റ് സജസ്റ്റ് ചെയ്യുന്ന ന്യൂട്രീഷണൽ മെനു പ്രകാരം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഒരു പേഷ്യൻസിനെ സംബന്ധിച്ച് എന്താണ് സോണിയ ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ കണ്ടിരുന്നു അല്ലെ, ഡയറ്റീഷ്യനെ കണ്ടിരുന്നു എന്നാണോ പറഞ്ഞത്? ഓക്കെ ഓക്കെ ഓക്കെ, ഡയറ്റീഷ്യനെ കണ്ടു അല്ലെ. അതായത് ഇത്തരത്തിലുള്ള ഭക്ഷണ സേവനങ്ങൾ കൊടുക്കുക. നമുക്കറിയാം കിടപ്പ് രോഗികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റില്ല അല്ലെ. അവര് ഓരോ രോഗികളുടെ അവരുടെ രോഗാവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ട് മാത്രമാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ചില രോഗികൾക്ക് ഇപ്പൊ നമുക്ക് നല്ല ഭക്ഷണം ചിലപ്പോൾ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയും ചിലപ്പോൾ നമ്മളുടെ രോഗാവസ്ഥ അതിനെ അനുവദിക്കുന്ന കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഓരോ രോഗികൾക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. പക്ഷെ അതോടൊപ്പം തന്നെ അവരുടെ രോഗാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഭക്ഷണം വേണം കഴിക്കാനായിട്ട്. അത്തരത്തിലുള്ള ഭക്ഷണ സേവനങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളാണ് ആർക്കുള്ളത്? ഡയറ്റീഷ്യനുള്ളത്. അവിടെ ഈ പറയുന്ന ഭക്ഷണ സേവനങ്ങൾ, ഇന്ന ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ ഇന്ന രോഗി ഇന്ന ഭക്ഷണമാണ് കഴിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഡയറ്റീഷ്യനാണ് അല്ലെ. ആരാണ് ഡയറ്റീഷ്യൻ എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. ഡയറ്ററി സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക്, സെക്കൻഡ് മൊഡ്യൂളിലാണ് വരുന്നത്. അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇപ്പൊ തന്നെ കേട്ടിരുന്നോളൂ, അപ്പൊ നമുക്ക് അവിടെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ദ ഡയറ്റീഷ്യൻ ഇസ് എ മെമ്പർ ഓഫ് ദ ഹെൽത്ത് ടീം അല്ലെ. ആരാണ് ഡയറ്റീഷ്യൻ? ഹിസ് എ മെമ്പർ ഓഫ് ദ ഹെൽത്ത് ടീം. അവരുടെ ഹെൽത്ത് ടീമിലെ ഒരംഗമാണ് ആരെന്ന് പറയുന്നത്? ഡയറ്റീഷ്യൻ. പിന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ആൻഡ് വർക്ക്സ് ക്ലോസ്ലി വിത്ത് ദ നഴ്സിംഗ് സർവീസസ് പേഴ്സണൽസ് ഇൻ മീറ്റിംഗ് ദ പേഷ്യൻസ് ന്യൂട്രീഷണൽ നീഡ്സ് ആൻഡ് ഇൻ ടീച്ചിങ് അല്ലെ. ഈ പറയുന്ന രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാര സേവനങ്ങളും അതുപോലെ തന്നെ ടീച്ചിങ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? ഫുഡ് കൗൺസിലിംഗ് അല്ലെ. അതൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള നഴ്സിംഗ് സേവന ഉദ്യോഗസ്ഥരുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ഡയറ്റീഷ്യന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് അവിടുത്തെ ഹെൽത്ത് ടീമിലെ ഒരംഗമാണ്. അദ്ദേഹം വന്നിട്ട് ഈ പറയുന്ന രോഗികൾക്ക് അവർക്ക് ആവശ്യമുള്ള പോഷകാഹാരവും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഫുഡ് കൗൺസിലിംഗും ഒക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ നഴ്സിംഗ് സേവന ഉദ്യോഗസ്ഥരുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു. ഓക്കെ, അവരാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഇപ്പോ ഇവിടെ പറഞ്ഞു ടീച്ചിങ് എന്ന് പറഞ്ഞു അല്ലെ. ടീച്ച് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫുഡ് കൗൺസിലിംഗ് കൊടുക്കുകയാണ്. അതൊരു ഡയറ്റീഷ്യന്റെ ഡ്യൂട്ടിയാണ്. അതായത് ഇപ്പൊ ഒരു രോഗിയെ സംബന്ധിച്ചത് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമം ഇങ്ങനെ ആയിരിക്കണം എന്ന് ആർക്കും കൂടെ മനസ്സിലാക്കി കൊടുക്കണം, ആ രോഗിക്കും കൂടെ മനസ്സിലാക്കി കൊടുക്കണം അല്ലെ. അല്ലെങ്കിൽ എന്താണ്, പലർക്കും ചിലപ്പോൾ തോന്നി ഇഷ്ടമുള്ള ഭക്ഷണം തരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ആരും തരുന്നില്ല എന്നൊക്കെ തോന്നി അവർക്ക് പരാതികളും കാര്യങ്ങളൊക്കെ അവർ പറയും അല്ലെ. കാര്യം എന്താണ്? അവരുടെ രോഗാവസ്ഥ എന്താണെന്നുള്ളത് അവരെയും കൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലെ. നമ്മള് അത്തരത്തിലുള്ള ഒരു ഭക്ഷണക്രമം ഫോളോ ചെയ്താൽ മാത്രമാണ് നല്ലൊരു ആരോഗ്യം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ടീച്ചിങ് ഉദ്ദേശിക്കുന്നത് ഫുഡ് കൗൺസിലിംഗ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ്? ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഓർഡറിംഗ് ഓഫ് സപ്ലൈസ് ആൻഡ് ദ സൂപ്പർവിഷൻ ഓഫ് ഓൾ ദ സ്റ്റാഫ്സ് എൻഗേജ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ആൻഡ് ഡെലിവറി ഓഫ് ഫുഡ്. അത് മാത്രമല്ല ഒരു ഡയറ്റീഷ്യന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്തും കൂടെയാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഓർഡറിംഗ് ഓഫ് സപ്ലൈസ് അല്ലെ. സാധന സാമഗ്രികൾ ഓർഡർ ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്താണ് ഈ പറയുന്ന രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക, അതായത് അവരുടെയൊക്കെ മേൽനോട്ടം വഹിക്കുക. അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ആർക്കുണ്ട്? ഡയറ്റീഷ്യനുണ്ട്. ഓക്കെ, അപ്പൊ സാധന സാമഗ്രികളെല്ലാം തന്നെ ഓർഡർ ചെയ്യുകയും ഈ പറയുന്ന പേഷ്യൻസിന് ഭക്ഷണം തയ്യാറാക്കുകയും വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടെ ഡയറ്റീഷ്യന് ഉണ്ട്.
ക്ലിയർ ആണല്ലോ? അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഏത് തരത്തിലാണ് അവർ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അവിടെ വരുന്ന ഇൻ പേഷ്യൻസിനും ഔട്ട് പേഷ്യന്റിനും എല്ലാവർക്കും വളരെ നല്ലൊരു ഭക്ഷണ സേവനം അവര് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് അവരുടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്തത് എന്താണ്? മെഡിക്കൽ സോഷ്യൽ വർക്ക്. എന്താണ് മെഡിക്കൽ സോഷ്യൽ വർക്ക്? നമുക്ക് നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ്, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. അടുത്ത സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത് മെഡിക്കൽ സോഷ്യൽ വർക്ക്. എന്താണ് മെഡിക്കൽ സോഷ്യൽ വർക്കിൽ പറയുന്നത്? ദിസ് ഡിപ്പാർട്ട്മെന്റ് മാൻഡ് വിത്ത് മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, അല്ലെ? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയാണുള്ളത്? മെഡിക്കൽ വർക്കേഴ്സും അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സും ഒക്കെ ഉണ്ട്. അവരെന്തിനാണ് സഹായിക്കുന്നത്? They help the patients and their families deals with a broad range of psychosocial issues and stresses related to coping with the illness and maintaining health. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നത്? അതായത് നമ്മളുടെ കോപ്പിംഗ് വിത്ത് ഇൽനെസ്, അല്ലെ? നമ്മുടെ രോഗങ്ങളെ നേരിടുന്നതിനും അതുപോലെ തന്നെ എന്താണ് ആരോഗ്യകരമായിട്ടുള്ള ഒരു മെയിൻറ്റെയിനിങ് ഹെൽത്ത്, അല്ലെ? നല്ലൊരു ആരോഗ്യം നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള മാനസിക സാമൂഹിക പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ രോഗികൾക്കും അവരുൾപ്പെടുന്ന കുടുംബങ്ങൾക്കും എന്താണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സേവനം കൊടുക്കുക. അതാണ് ആര് ചെയ്യുന്നത്? മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് നമ്മൾക്ക് പലവിധ രോഗങ്ങൾ ഉണ്ടാവും, അല്ലെ? അവയൊക്കെ നേരിടാനും അതുപോലെ നല്ലൊരു ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെ? ആരോഗ്യം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യം അവരെ മനസ്സിലാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള എന്താണ് മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? പിന്നെന്താണ് രോഗം വരുമ്പോൾ നമുക്ക് ഒത്തിരി സമ്മർദ്ദം ഉണ്ടായിരിക്കും, ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരിക്കും, അല്ലെ? അതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക. ആർക്കൊക്കെയാണ്? ഈ പറയുന്ന പേഷ്യൻസിനും അവരുൾപ്പെടുന്ന കുടുംബാംഗങ്ങൾക്കും ഒക്കെ കൊടുക്കുക. ഇതാണ് ആരുടെ സേവനം എന്ന് പറയുന്നത്? മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന സേവനം. മനസ്സിലായല്ലോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈക്യാട്രി പറഞ്ഞല്ലോ. സൈക്യാട്രി പറഞ്ഞു കഴിഞ്ഞപ്പോ അതിനകത്ത് നമ്മൾ പറഞ്ഞു, അല്ലെ? പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞു, അല്ലെ? പല വിധത്തിലുള്ള മാനസിക സാമൂഹിക സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണല്ലോ? പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ, അല്ലെ? സമ്മർദ്ദങ്ങൾ നിയന്ത്രിക്കാനും അതുപോലെ രോഗങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു രോഗിയെ എന്താണ് മെന്റൽ സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി എന്താണ്? ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്രസ്സസ് ദ ചാലഞ്ചസ് ഫാമിലീസ് ഫേസ്. ഓരോ കുടുംബങ്ങളും അവർ ഫേസ് ചെയ്യുന്ന പല സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും, അവർക്ക് നേരിടേണ്ടി വരുന്ന പല വെല്ലുവിളികൾ ഉണ്ടായിരിക്കും. അതിനെയൊക്കെ മനസ്സിലാക്കിയിട്ടും അതോടൊപ്പം തന്നെ ഇൻക്രീസ് ദ ആക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ, അല്ലെ? ഈ പറയുന്ന ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള ഒരു പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കാനും പിന്നെന്താണ് ആൻഡ് സെർവ്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഡോക്ടേഴ്സ് ആൻഡ് ദ ഇൻഡിവിജ്വൽ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി. അതോടൊപ്പം തന്നെ എന്താണ് ഒരു ഡോക്ടറും അതുപോലെ തന്നെ വ്യക്തിയും പിന്നെ കുടുംബവും സമൂഹവും ഒക്കെ തമ്മിലുള്ള ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ട് ഒരു പാലമായിട്ട് ഒരു ബ്രിഡ്ജ് ആയിട്ട് സെർവ് ചെയ്യാം എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. മനസ്സിലായല്ലോ? മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ. ഇനി എങ്ങനെയാണ് അവർ അവരുടെ സേവനം കൊടുക്കുന്നത്? ഈ പറയുന്ന രോഗികൾക്ക് അവരുടെ രോഗാവസ്ഥയെ നേരിടുന്നതിനും അതുമൂലം ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളും മാനസിക സാമൂഹിക പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ളൊരു മെന്റൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾക്ക് ഈ പറയുന്ന ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുക, അല്ലെ? അതാണ് ഇൻക്രീസ് ദ ആക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള ഒരു ആരോഗ്യം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവർക്ക് ബോധ്യമാക്കി കൊടുക്കുകയും ഈ പറയുന്ന ഡോക്ടറും ഈ പറയുന്ന പേഷ്യന്റും അവരുൾപ്പെടുന്ന കുടുംബവും സമൂഹവും ഒക്കെ തമ്മിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് ഒരു ഇന്റർ കണക്റ്റഡ് ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കാം. അതും ആരുടെ ഫംഗ്ഷനാണ്? മെഡിക്കൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷനാണ്.
എന്നുവെച്ചാൽ ഹോസ്പിറ്റലിലെ സേവനങ്ങള് സമൂഹത്തിലേക്ക് കൂടെ എത്തിക്കണം അല്ലെ. പല രീതിയിൽ നമുക്കറിയാം, രോഗം വരുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ മാനസികമായിട്ട് വളരെ പിരിമുറുക്കത്തില് ആവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് റിക്കവർ ചെയ്ത് പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. ക്ലിയർ ആണല്ലോ. അടുത്തതാണ് എന്ത്? ഫിസിയോതെറാപ്പി. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്? ഫിസിയോതെറാപ്പി. എന്താണ് ഫിസിയോതെറാപ്പി? This department aims at rehabilitation patients. അതായത് പുനരധിവാസ രോഗികളെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത്. അതായത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ട് അതിന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ അവരെ റിക്കവർ ചെയ്യിക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ലിങ്ക്ഡ് ടു ദ ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ്. പൊതുവെ ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്? ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. കാര്യം എന്താണ്? ഈ ഓർത്തോപീഡിക്സ്, ഇതിന്റെ സംബന്ധമായിട്ട് സർജറിയും മറ്റും കഴിഞ്ഞിട്ടുള്ള ആളുകളെ റിക്കവർ ഒക്കെ ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം, ഓർത്തോപീഡിക്സ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റത്തെ കുറിച്ചാണ് അവര് പഠനം നടത്തുന്നത്. അത്തരം എന്താണ് ആരോഗ്യ സംരക്ഷണമാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. അവരും കൂടുതൽ എന്തിനാണ് കെയർ കൊടുക്കുന്നത്? ഈ പറയുന്ന നമ്മളുടെ മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അക്കാരണം കൊണ്ടാണ് ഫിസിയോതെറാപ്പീസ് ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓർത്തോപീഡിക് സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളെ റിക്കവർ ചെയ്യാനായിട്ട് പൊതുവെ നമ്മൾ ഫിസിയോതെറാപ്പിയാണ് യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ കയ്യോ കാലോ ഒടിഞ്ഞ എന്തെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വളരെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഫിസിയോതെറാപ്പിയിലൂടെയാണ് പിന്നീട് അവര് ഒരു നോർമൽ ഫംഗ്ഷനിലോട്ട് വരുന്നത്. ഓക്കെ, ഇനി ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ബോഡി ഹീലിംഗ് തെറാപ്പി ദാറ്റ് വിൽ ഹെൽപ്പ് എ പേഷ്യന്റ് റെസ്യൂം നോർമൽ ഫംഗ്ഷനിങ്. അതായത് ഒരു രോഗിയുടെ നോർമൽ ഫംഗ്ഷനിങ് അല്ലെ, ആ നോർമൽ ഫംഗ്ഷനിങ് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ബോഡി ഹീലിംഗ് തെറാപ്പികളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്? ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. റെസ്യൂം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പുനരാരംഭിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് പിന്നീട് ആ ബോഡിയുടെ നോർമൽ ഫംഗ്ഷനിലേക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ ഫിസിയോതെറാപ്പി ഒക്കെ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് തുടക്കം തന്നെ പറഞ്ഞത് പുനരധിവാസ രോഗികളെയാണ് ഇവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അല്ലെ. റീഹാബിലിറ്റ് ചെയ്ത് വരുന്ന രോഗികളെയാണ് കേട്ടോ. എന്താണ് ഫാത്തിമ? നെർവസ് ഇഷ്യൂസ് വരുമ്പോഴും ഇത് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ചെയ്യും. നെർവസ് ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ഈ സ്ട്രോക്ക് ഒക്കെ വരില്ലേ, ഈ സ്ട്രോക്ക് ഒക്കെ വരുമ്പോൾ പ്രധാനമായിട്ട് ഈ നെർവ്സിനെയൊക്കെയാണ് അത് ഈ പറയുന്ന നെർവിന്റെ പ്രശ്നമാണ്. അതായത് ബ്രെയിനിലേക്കുള്ള നാഡീസംബന്ധമായിട്ടുള്ള അതൊക്കെ തകരാറ് വരുമ്പോഴാണ് നമുക്ക് സ്ട്രോക്ക് വരുന്നത്. അപ്പൊ നമ്മൾ പാരലൈസ് ഇതൊക്കെ പോകും. അപ്പൊ തളർന്നൊക്കെ പോകുന്ന അവസ്ഥ പിന്നീടൊക്കെ ഫിസിയോതെറാപ്പിയിലൂടെയാണ് അവര് കുറെ കൂടെ റിക്കവർ ചെയ്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ കൂടുതൽ പറയുന്നു ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കണക്റ്റഡ് ആണെന്ന് പറയുന്നു. പക്ഷെ ഈ പറഞ്ഞ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും കണക്ഷൻ ഉണ്ട് അതിന് കേട്ടോ. മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും കണക്ഷൻ വരാം. പക്ഷെ പ്രധാനമായിട്ടും ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റിനോട് ക്ലോസ്ലി കണക്റ്റഡ് ആണെന്നാണ് അവർ പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് എന്താണ്? ദിസ് ഡിപ്പാർട്ട്മെന്റ് ഓഫേഴ്സ് ദ ഔട്ട് പേഷ്യന്റ് ആസ് വെൽ ആസ് ഇൻ പേഷ്യന്റ് സർവീസസ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ഔട്ട് പേഷ്യന്റ് സർവീസസും കൊടുക്കുന്നുണ്ട്, ഇൻ പേഷ്യന്റ് സർവീസസും കൊടുക്കുന്നുണ്ടല്ലോ. അവിടുത്തെ കിടപ്പ് രോഗികൾക്ക് മാത്രമാണോ ഫിസിയോതെറാപ്പി കൊടുക്കുന്നത്? അല്ല, പുറത്തുനിന്ന് വരുന്ന രോഗികൾക്കും അവർ ഫിസിയോതെറാപ്പി നൽകാറുണ്ട്. അതുകൊണ്ട് അത് ഒരു ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസിൽ പെടുന്ന ഒരു സേവനമാണ്. കേട്ടല്ലോ? ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള സെന്റൻസുകൾ ഉണ്ടല്ലോ, കുറച്ച് ടേംസ് നമുക്ക് എഴുതാനുണ്ട്, അത് പറയാം കേട്ടോ. ഫാർമസിയും കൂടെ നമുക്ക് പറയാം. എന്താണ് ഫാർമസി എന്ന് പറഞ്ഞാല്? എല്ലാവർക്കും അറിയാം, മരുന്ന് കൊടുക്കുന്ന സ്ഥലമാണ് ഫാർമസി. അത്രയേ ഉള്ളൂ. അപ്പൊ ഒന്ന് വായിക്കാം. എവരി ഹോസ്പിറ്റൽ, അത് ഫാർമസി എന്താണ്? ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. നിങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടീവ് ആണോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണോ എന്നൊക്കെ തിരിച്ചറിയണം കേട്ടോ. അപ്പൊ ഫാർമസി എന്താണെന്ന് വായിക്കാം. എവരി ഹോസ്പിറ്റൽ മസ്റ്റ് ബി എക്വിപ്ഡ് വിത്ത് എ ഫാർമസി. എന്താണ് ആക്സസിബിലിറ്റി എന്ന് വെച്ചാൽ പ്രവേശനക്ഷമത കേട്ടോ. ആക്സസിബിലിറ്റി
ഇനി ഫാർമസി എന്താണ്? എവറി ഹോസ്പിറ്റൽ മസ്റ്റ് ബി എക്വിപ്ഡ് വിത്ത് എ ഫാർമസി വിച്ച് പ്രൊവൈഡ്സ് ദ ഡ്രഗ്സ് ഫോർ ദ എൻറ്റയർ ഹോസ്പിറ്റൽ. അതായത് ഓരോ ഹോസ്പിറ്റലിനാലും ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും അടങ്ങിയിട്ടുള്ള ഒരു ഫാർമസി എപ്പോഴും സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കണം. വേണ്ടേ? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഡോക്ടറെ കാണുന്നു, പിന്നെന്താണ്, പിന്നെ അവര് അടുത്തത് മരുന്നാണ് മേടിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ഫാർമസി അവിടെ സജ്ജീകരിച്ചിരിക്കണം. It not only provides the medication for patients, but also provides the other drugs and instruments used by all the departments in the hospital for the patient's care or surgeries. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി പ്രൊവൈഡ്സ് ദ മെഡിക്കേഷൻ ഫോർ പേഷ്യൻസ്, അതായത് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് കൊടുക്കൽ മാത്രമല്ല അവരുടെ സേവനം, പിന്നെ എന്തും കൂടിയാണെന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ദ അതർ ഡ്രഗ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് used by all the departments in the hospital for the patient's care or surgeries. അതായത് ഓരോ രോഗികളുടെ ആരോഗ്യ പരിചരണത്തിനും അതുപോലെ ശസ്ത്രക്രിയയ്ക്കും ഒക്കെ ആവശ്യമുള്ള ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഹോസ്പിറ്റലിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും മരുന്നുകളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? ഫാർമസിക്കുണ്ട് കേട്ടോ. ഫാർമസിയുടെ ഡ്യൂട്ടിയാണ്. അതായത് ജസ്റ്റ് ഡോക്ടറെ കണ്ട് വരുന്ന രോഗിക്ക് മരുന്ന് കൊടുക്കൽ മാത്രമല്ല, ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. അവിടെ പല വിധത്തിലുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള എന്താണ് ഇൻസ്ട്രുമെന്റ്സും ഡ്രഗ്സും പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ ഒരു സേവനം കൂടെ അവർ കൊടുക്കുന്നുണ്ട്. ക്ലിയർ? മരുന്നുകൾ മാത്രമല്ല കേട്ടോ, പല വിധത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സും എക്യുപ്മെന്റ്സും അവര് കൊടുക്കുന്നുണ്ട്. ഭയങ്കര വലുതല്ല, ചെറുത് കേട്ടോ. പിന്നെന്താണ് ഹോസ്പിറ്റൽ? ഓക്കെ, റൺ ബൈ എ ഫാർമസിസ്റ്റ്. സാധാരണ ഒരു ഫാർമസി ആരാണ് റൺ ചെയ്യുന്നത്? ഫാർമസിസ്റ്റ് ആണ് അല്ലെ. ഫാർമസിസ്റ്റ് ആണ്. ഇനി ഫാർമസി പ്രൊവൈഡ്സ് ദ ഫോളോയിങ് സർവീസസ്. എന്തൊക്കെ സേവനങ്ങളാണ് ഒരു ഫാർമസി നൽകുന്നത്? എന്തൊക്കെയാണ് നോക്കിയേ പോയിന്റ്സുകള്. സിമ്പിൾ ആണ്. പർച്ചേസ്, സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. അതായത് മരുന്നുകള്, മറ്റു പല ഫാർമസ്യൂട്ടിക്കൽസ് അതൊക്കെ വാങ്ങുക, അതുപോലെ തന്നെ വിതരണം ചെയ്യുക. അത് ആരുടെ സേവനമാണത്? ഫാർമസിയുടെ സേവനമാണ് അല്ലെ. പിന്നെന്താണ്? ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിങ് അല്ലെ. ഇൻ പേഷ്യന്റ് ഔട്ട് പേഷ്യൻസിനൊക്കെ ആവശ്യമായിട്ടുള്ള മരുന്നുകള് ഡിസ്പെൻസ് ചെയ്യുക, വിതരണം ചെയ്യുക കേട്ടോ. ഡിസ്പെൻസ് എന്ന് വെച്ചാല് വിതരണം ചെയ്യുക. പിന്നെന്താണ്? ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. ക്ലിനിക്കൽ ഫാർമസി എന്ന് പറഞ്ഞാൽ അറിയാലോ, സാധാരണ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഫാർമസി തന്നെയാണ്. വാർഡ് ഫാർമസി എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ വാർഡ്സ് ഉണ്ട് അല്ലെ, പേഷ്യന്റ് വാർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അവിടെയുള്ള രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ചില മരുന്നുകൾ അത് ആ ഒരു റെസ്പെക്റ്റീവ് ഫ്ലോറിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് വാർഡ് ഫാർമസി എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഡോക്ടേഴ്സ് ആർ യൂഷ്വലി ഗിവൺ എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ ബൈ ദ ഫാർമസി ടു യൂസ് എസ് എ ഗൈഡ്. അതായത് ഒരു ഗൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ഡോക്ടേഴ്സിന് എന്ത് കൊടുക്കും ഫാർമസിക്കാര്? ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ഓഫ് മെഡിക്കേഷൻ. അതായത് ഈ പറയുന്ന ഒരു കൂട്ടം മരുന്നുകളുടെ എന്താണ് പ്രൊസീജിയേഴ്സ്, ഒരു കൂട്ടം മരുന്നുകളുടെ പ്രൊസീജിയേഴ്സ് ഒരു കൊടുക്കും, ഡോക്ടേഴ്സിന് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഗൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. കാര്യം എന്താണ്? ഒരു ഡോക്ടർ പേഷ്യന്റിനെ ചികിത്സിക്കുമ്പോൾ അവരെഴുതുന്നത് ആ ഒരു ഫാർമസിയിൽ ലഭ്യമായിട്ടുള്ള മരുന്നുകളായിരിക്കും. അപ്പൊ ഡോക്ടർക്ക് അറിയണല്ലേ ഇന്ന മരുന്നുകൾ ഈ ഒരു ഫാർമസിയിൽ അവൈലബിൾ ആണ് എന്നുള്ളൊരു അറിവ് ആർക്കുണ്ടായിരിക്കണം? ഡോക്ടേഴ്സിന് ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഫാർമസി എന്ത് ചെയ്യും? ഈ പറയുന്ന ഒരു കൂട്ടം മരുന്നുകളുടെ ഒരു ഗൈഡ് ഡോക്ടേഴ്സിന് കൊടുക്കും. അപ്പൊ അത് നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്? മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. കാര്യം അവർ കൊടുക്കുന്ന മരുന്നുകൾ ആ ഒരു ഫാർമസിയിൽ തന്നെ അവൈലബിൾ ആവണം അല്ലെ, അതിന് വേണ്ടിയിട്ടാണ്. കേട്ടല്ലോ? അത്തരം സേവനങ്ങളൊക്കെയാണ് ആര് ചെയ്യുന്നത്? ഫാർമസി ചെയ്യുന്നത്. അതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി പൂർത്തിയാക്കിയിരുന്നില്ല, അത് നമുക്കൊന്ന് പറയാം കേട്ടോ. എവിടെ വരെയാണ് നിങ്ങൾ എഴുതിയത്? എവിടെ വരെ എഴുതിയത്? ഹോസ്പിറ്റൽ ഫാർമസി വരെയല്ലേ? 4th വരെ എഴുതിയത്. ഓക്കെ, അതുവരെ ഉള്ളതൊക്കെ കിട്ടിയില്ലോ അല്ലെ? ഇനി അടുത്തത് നമുക്ക് എഴുതാനുള്ളത് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് അല്ലെ. മെഡിക്കൽ റെക്കോർഡ്സ് എഴുതിക്കോളൂ. മെഡിക്കൽ റെക്കോർഡ്സ് ഹൈഫൺ ഇട്ട് എഴുതിക്കോളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം കേട്ടോ. ജസ്റ്റ് ഒരു സെന്റൻസ് എഴുതി വെക്കാം. സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ
systematic, systematic, systematic documentation, documentation, documentation of a patient's medical history and current treatments and care given. ഒന്നുകൂടെ വായിക്കാം. മെഡിക്കൽ റെക്കോർഡ്സ് എന്താണെന്നാണ് കേട്ടോ. സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ of a patient's medical history and current treatments and care given. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ, രേഖപ്പെടുത്തലുകളാണ് അല്ലെ. എങ്ങനെയാണ്? ക്രമാനുഗതമായിട്ടുള്ള ഒരു രേഖപ്പെടുത്തലുകളാണ്. എന്തിന്റെ രേഖപ്പെടുത്തലുകളാണ്? പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, രോഗിയുടെ ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയും അതുപോലെ തന്നെ കറന്റ് ട്രീറ്റ്മെന്റ്സിന്റെ, നിലവിൽ ആ ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പരിചരണങ്ങളാണ് ആ രോഗിക്ക് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു രേഖപ്പെടുത്തൽ. അതാണ് എന്തെന്ന് പറയുന്നത്? മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല് സിസ്റ്റമാറ്റിക് ഡോക്യുമെന്റേഷൻ ഓഫ് എ പേഷ്യൻസ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് കറന്റ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് കെയർ ഗിവൺ. നെക്സ്റ്റ് വരുന്നത് ഹൗസ് കീപ്പിംഗ്. ഹൈഫനിട്ട് എഴുതിക്കോളൂ. ഹൗസ് കീപ്പിംഗ് ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ജസ്റ്റ് ഒരു സെന്റൻസ് ആയിട്ട് എഴുതി വെക്കാം. ഹൈഫൻ ഇടാം. വർക്ക്സ് ക്ലോസ്ലി വിത്ത് other departments in a hospital making the hospital making the hospital department pleasant 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 and safe 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 for the patients ഒന്നുകൂടെ വായിക്കാണ്. ഹൗസ് കീപ്പിംഗ് എന്താണെന്നാണ് പറയുന്നത്. വർക്ക്സ് ക്ലോസ്ലി വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ മേക്കിംഗ് ദ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് പ്ലസന്റ് ആൻഡ് സേഫ് ഫോർ ദ പേഷ്യൻസ്. മനസ്സിലായല്ലോ? ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളായിട്ടും എന്താണ്? ക്ലോസ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അവര് എന്താണ്? ആ ഒരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിനെ വളരെ പ്ലസന്റ് ആയിട്ടും സേഫ് ആയിട്ടും നിലനിർത്തുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ ദ പേഷ്യൻസ്. പ്ലസന്റ് PLEASANT പ്ലസന്റ്. Works closely with other departments in a hospital, making the hospital department pleasant and safe for the patients. കിട്ടിയോ? ക്ലിയർ അല്ലേ? നമ്മളുടെ ടൈം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാണ് ഞാന്. നമ്മൾ ഇന്ന് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ക്ലിനിക്കൽ ലബോറട്ടറീസ്. അപ്പൊ എങ്ങനെയാണ് അവര് സപ്പോർട്ടിങ്? എന്താണ് നിസ്ന? ഒന്നുകൂടെ പറയാമോ? എത്ര പ്രാവശ്യമായി ഞാൻ പറയുന്നു?
എന്താണ് പറയുന്നത്? ഹൗസ് കീപ്പിംഗ് ആണോ? ഹൗസ് കീപ്പിംഗ് പറയുന്നത് വർക്ക്സ് ക്ലോസ്ലി വിത്ത് ദയവ് ഇത് ശ്രദ്ധിക്കൂ കേട്ടോ, ശ്രദ്ധിക്കണം. ഒത്തിരി പ്രാവശ്യമായി ഞാൻ പറയുന്നു. വർക്ക്സ് ക്ലോസ്ലി വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ, making the hospital department pleasant and safe for the patients. ഒന്നുകൂടെ പറയാണ്, ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞാല് വർക്ക്സ് ക്ലോസ്ലി വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ, മേക്കിംഗ് ദ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് പ്ലസന്റ് ആൻഡ് സേഫ് ഫോർ ദ പേഷ്യൻസ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ക്ലിനിക്കൽ ലബോറട്ടറീസ് ആണ്. ക്ലിനിക്കൽ ലബോറട്ടറി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, സെറോളജി, ഹെമറ്റോളജി ആൻഡ് സൈറ്റോളജി എന്നീ 6 വിഭാഗങ്ങളിൽ ലാബ് പരിശോധനകൾ നടത്തിക്കൊണ്ട് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫിനെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും പ്രതിരോധത്തിനും സഹായിക്കുന്നു. അങ്ങനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ക്ലിയർ? പിന്നെ റേഡിയോ ഡയഗ്നോസ്റ്റിക് സർവീസസ് അഥവാ റേഡിയോളജി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇമേജിംഗ് ടെക്നോളജീസിലൂടെ, അല്ലെ? ഇമേജിംഗ് ടെക്നോളജീസിലൂടെ ലൈക്ക് റേഡിയോഗ്രാഫി, ഫ്ലൂറോസ്കോപ്പി, അതുപോലെ തന്നെ എന്താണ് റേഡിയോ ഐസോട്ടോപ്സ്, ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇമേജിംഗ് ടെസ്റ്റുകളിലൂടെയാണ് അവര് ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ പറഞ്ഞു CSSD ആണ്, അല്ലെ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അവരെങ്ങനെയാണ് സഹായിക്കുന്നത്? സ്റ്റെറിലൈസ് ചെയ്തുകൊണ്ട്, അല്ലെ? ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സ് എല്ലാം കൃത്യമായിട്ട് നീറ്റ് ആൻഡ് സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചുകൊണ്ടാണ് അവര് ആ ഒരു സർവീസ് കൊടുക്കുന്നത്. പിന്നെ ഹോസ്പിറ്റൽ ഫാർമസി ആണെങ്കിൽ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മരുന്നുകളുടെ വിതരണവും നടത്തുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഒന്നുമില്ല? ക്ലിയർ ആണോ? റേഡിയോ ഐസോട്ടോപ്സ് ആണോ? റേഡിയോ ഐസോട്ടോപ്സ് നമ്മൾ കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ പറഞ്ഞിരുന്നല്ലോ, ന്യൂക്ലിയർ മെഡിസിൻ പറഞ്ഞപ്പോ. എന്താണ് റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറഞ്ഞാല്? എന്താണ് റേഡിയോ ഐസോട്ടോപ്സ് എന്ന് വെച്ചാല് റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്ന, പുറത്തേക്ക് വിടുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ റേഡിയോ ഐസോട്ടോപ്സ് എന്ന് പറയുന്നത്. ഈ റേഡിയോ ഐസോട്ടോപ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇമേജസ് എടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? രോഗനിർണയത്തിന്. ഡെയിലി ക്ലാസ്സിൽ കയറുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഇടയ്ക്ക് ക്ലാസ്സിൽ കയറാതെ വരുന്നവർക്കാണ് ഈ പ്രശ്നം വരുന്നത് കേട്ടോ. റേഡിയോ ഐസോട്ടോപ്സ് ഒക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു ന്യൂക്ലിയർ മെഡിസിൻ പറഞ്ഞപ്പോൾ. ക്ലിയർ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.